ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനപ്പോൾ ഇന്ന് പോകുന്നത് ആലപ്പി ഹൗസ് ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓണത്തിന് 2-3 ദിവസം അവധി കിട്ടി. അപ്പോൾ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു യാത്ര ഏതാണെന്ന് ചിന്തിച്ചപ്പോൾ ആണ് ഇങ്ങനൊരു ഐഡിയ തലയിൽ കത്തിയത്. എന്നാൽ പിന്നെ പോയി കളയാമെന്ന് വെച്ചു. അപ്പോൾ തലേ ദിവസം തന്നെ വിളിച്ചെല്ലാം ബുക്ക് ചെയ്തു. 12 മണിയാവുമ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ 8 മണിക്ക് ബസ് കയറി. 11:45 ആയപ്പോൾ ആലപ്പി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട്. മുല്ലയ്ക്കൽ എന്നൊരു സ്ഥലമാണ്. അവിടെ മേക്ക് മൈ ട്രിപ്പിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഹൗസ് ബോട്ടിങ്ങാണ്. അപ്പോൾ അങ്ങനെ ലേറ്റ് ആവണ്ടെന്ന് വെച്ച് ഞാൻ ഓട്ടോയൊക്കെ പിടിച്ച് പോയി. അപ്പോൾ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് ഷൂട്ട് ചെയ്തു സുഹൃത്തുക്കളെ. അങ്ങനെ അവിടെ 11:45 എത്തി. ചെക്ക് ഇൻ ചെയ്തു. രജിസ്റ്റർ പേരൊക്കെ എഴുതി. വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നതിന് ശേഷം ഒരു ഗസ്റ്റ് കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റിങ്ങിലായിരുന്നു അവർ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബോറടിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. ക്യാപ്റ്റൻ്റെ സ്റ്റിയറിങ്ങും ഇതൊക്കെ ചെയറൊക്കെ ആയിരുന്നു എൻ്റെ നോട്ടം. എപ്പോഴെങ്കിലും അവിടെ കയറി ഇരുന്ന് ഓടിക്കണം എന്നൊരു ചിന്തയുള്ളത് കാരണം അത് ഷൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഹൗസ് ബോട്ട്സൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സ് ആക്റ്റീവായിരുന്നു. നോർത്ത് ഇന്ത്യൻ ആളുകളായിരുന്നു അവിടെ കൂടുതൽ ഹൗസ് ബോട്ട്സിലുണ്ടായിരുന്നത്. മലയാളീസൊക്കെ കുറവായിരുന്നു. എല്ലാവരും സ്റ്റേ പർപ്പസിലാണ് വരുന്നത്. എല്ലാവരും വന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എല്ലാം ഒന്ന് കണ്ട് എൻ്റർടൈൻ ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്നതായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു അന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ പിന്നെ നെക്സ്റ്റ് ടൈം ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം പോയൊക്കെ പറഞ്ഞ് ജസ്റ്റ് മേലേക്ക് പോയി ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുകളിലൊക്കെ വന്നു. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അവിടെ നിന്നുകൊണ്ട് വ്യൂ ഒക്കെ കാണുകയും ചെയ്യാം. നല്ല വ്യൂ ആണ് അവിടെ നോക്കുമ്പോൾ. എനിക്കൊന്ന് സന്ധ്യാസമയത്താണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് എന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നൊരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ താഴെയും മുകളിലും റൂംസ് ഉണ്ട്. അതിൻ്റെ റേറ്റ് രണ്ടും വ്യത്യാസമാണ്. താഴെ നോൺ AC റൂംസാണ്, മുകളിൽ AC റൂംസ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കല്ലൊക്കെ വെച്ച് കളർ സ്റ്റോൺസൊക്കെ വെച്ച് ഞാൻ അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വാഷ്റൂമിലൊന്ന് കയറിയപ്പോൾ കണ്ട രസമാണിത്. നമ്മുടെ മിററിലുള്ളൊരു ബട്ടണാണ്. ആ ബട്ടണിൽ അമർത്തുമ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പർ ഡെക്കിൽ നിന്ന് പോയി. സൈഡിലുള്ളതാണ് റൂംസ്. അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ബാൽക്കണിയിലോട്ട് പോയി നിൽക്കാം. ഓക്കെ. റൂംസിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ റൂംസിന് 12,000, താഴത്തെ റൂംസിന് 6,000, അങ്ങനെയാണ് റേറ്റ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം കാറ്റൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിന്നു. കുറച്ച് ഇപ്പോൾ താഴെ വരാനുണ്ടായിരുന്ന ഗസ്റ്റൊക്കെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ വെള്ളമൊക്കെ ചീറി തെറിപ്പിച്ചുകൊണ്ട് അത് സ്പീഡിൽ ബോട്ട് പോകുന്നതാണ് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഞാനിങ്ങനെ റൂമിലുള്ള ഗസ്റ്റുകളെല്ലാം മുകളിൽ തന്നെയായിരുന്നു. എല്ലാവരും താഴെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ താഴെ ഇരുന്നു. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ക്യാപ്റ്റൻ്റെ പേര് ഗോകുൽ എന്നാണ്. പുള്ളി നല്ല കംഫോർട്ടബിൾ ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ക്യാപ്റ്റൻ പറഞ്ഞു തന്നു. ക്യാപ്റ്റൻ ആവാൻ എന്തൊക്കെ ചെയ്യണം, കോഴ്സിനെ പറ്റിയും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വരെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തു. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു ടൂറിസ്റ്റ് ഫാമിലിയിലുള്ളൊരു ബഡ്ഡിയാണ് കാർത്തിക്. നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ടു. ആളിവിടെ കൊച്ചിയിൽ തന്നെ പഠിക്കുന്നു, നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അങ്ങനെ അവസാനം ഞാൻ ക്യാപ്റ്റനെ സോപ്പിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ സ്റ്റിയറിംഗ് സൈഡിലിരുന്നു, ഓടിച്ചു. അപ്പം അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. പതുക്കെ സ്റ്റിയറിംഗ് അതിന് നീങ്ങുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് ബോട്ട് റിവേഴ്സ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നമ്മൾ അത്യാവശ്യം അത് ഡീൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഇപ്പം ഞാനൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് വെറുതെ ഇപ്പം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു. നല്ല രസമല്ലേ? ഭയങ്കര എക്സസൈസാണ്. പക്ഷേ നമ്മൾ തിരിക്കുന്നതനുസരിച്ച് ബോട്ട് ഓരോ ഡയറക്ഷനിലേക്ക് പതുക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ എനിക്കൊരു മനസ്സിലാവുന്ന സംഗതി ഏത് ദിക്കാണ്, നോർത്താണോ ഈസ്റ്റാണോ സൗത്ത് എന്നൊന്നും മനസ്സിലാവില്ല. അത് അങ്ങനെ ഫുഡിൻ്റെ ടൈം എത്തി. നമ്മൾ ഓൾറെഡി മുകളിൽ പോയി.
ഞാൻ നോൺ വെജ് ഓർഡർ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് കരിമീനൊക്കെ കിട്ടി. നമുക്ക് ഫുഡ് നേരത്തെ മീനൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ഫോണിൽ അവർ ഓർഡർ എടുക്കുമ്പോൾ പറയണം. അല്ലാതെ പിന്നെ വന്നിട്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. കാരണം ആ എണ്ണം അനുസരിച്ചാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ബോട്ട് ഇടയ്ക്ക് നിർത്തിയിട്ടപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി പർച്ചേസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ. ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രഷായിട്ടുള്ള മീനും ഞണ്ടും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വിലയൊക്കെ പറയുന്നുണ്ട്. ഞണ്ടാണ്, ജീവനുള്ള ഞണ്ടാണ് കിടക്കുന്നത്. പെടയ്ക്കണ ഞണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആക്റ്റീവായി. മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് റൂമിലൊക്കെ ഉണ്ടായിരുന്നവരെല്ലാം താഴെ ഇറങ്ങി വന്നു. അതായത് തമിഴ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവരെന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഡാൻസ് ചെയ്യിപ്പിച്ച്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവരും എനർജറ്റിക് ആവട്ടെ എന്നിട്ട് ഞാനും കാണുന്നവരെല്ലാം പിടിച്ച് ദിനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ കുറച്ച് പേര് കളിച്ചു, കുറച്ച് പേര് ഇരുന്നു, അങ്ങനെ. പക്ഷേ ഷൂട്ട് ചെയ്ത ചേട്ടൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഫേസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറേ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അപ്പോൾ ചെറിയ സ്റ്റിൽസ് കിട്ടിയത് മാത്രമാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഒന്നും കിട്ടിയില്ല. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ കളിച്ച് വേർത്ത് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ക്യാപ്റ്റൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ടെന്ന് കേട്ടത്. അഡ്വഞ്ചറസിലുള്ള ഭയങ്കര താല്പര്യമുള്ളതായതുകൊണ്ട് ഞാൻ ചാടി കയറി ഇറങ്ങി. 300 രൂപയേ ഉള്ളൂ. നമുക്ക് 15 മിനിറ്റ് റൈഡ് ഉണ്ടാവും. എന്താ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ അഡ്രിനാലിൻ റഷ് ഇങ്ങനെ തിളച്ച് വരും. പൊതുവേ അഡ്വഞ്ചറസിന് താല്പര്യമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. ഞങ്ങൾ ആ ബോട്ടിലിരുന്നവരെല്ലാം നല്ല എനർജറ്റിക് ആയിരുന്നു. എല്ലാവരും, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളി. അവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷേ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാനിരുന്ന സൈഡിലാണ്. നമ്മൾ ബോട്ട് ചരിക്കുമ്പോൾ വെള്ളം കൂടുതൽ തെറിക്കുന്നത്. അപ്പോൾ അവരൊക്കെ റൂമിൽ സ്റ്റേ ചെയ്യാനുള്ളതൊക്കെ അവർ വേറെ ക്ലോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു പോകാനുള്ള ആളാണ്. എന്നിട്ട് ഞാൻ ചാടി കയറി ഇറങ്ങി. പക്ഷേ ഫുള്ള് നനഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. കാരണം ആ സൈഡിൽ ബോട്ട് ചരിക്കുന്നത് നമ്മൾ ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ ദിവസം ഫുള്ള് നനഞ്ഞു. പക്ഷെ ഞാനിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. എന്താ അടിപൊളിയില്ലേ? അങ്ങനെ എൻ്റെ ഫുള്ള് വെള്ളം തെറിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചിരിയാണ്. അപ്പോൾ നനഞ്ഞ കോഴിയെപ്പോലെ ഞാനിങ്ങനെ വീണ്ടും ബോട്ടിലേക്ക് തിരിച്ചു കയറി. പിന്നെ ഉള്ള സമയം എനിക്ക് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ഉണങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പോയി ക്യാപ്റ്റൻ്റെ അവിടെ തന്നെ പോയി നിന്ന് വെയിലൊക്കെ കൊണ്ട് മറ്റേ ഇറച്ചി ഉണക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഞാനിങ്ങനെ അവിടെ ഫ്രണ്ടിൽ പോയി തന്നെ നിന്ന്. അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. 1 ഡേ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.